ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. അഞ്ജലി ചെയ്തിട്ടുള്ള ഒരു പാട്ടിൽ നിന്നാണ് കൺമഷിയിലേക്ക് മാറുന്നതും അല്ലെങ്കിൽ കൺമഷി എന്ന് പറയുന്ന ഒരു കഥ വരുന്നതൊക്കെ. അല്ല, ഞാൻ ഒരിക്കലും പറയില്ല അതൊരു പ്രണയവിവാഹമായിരുന്നു എന്നുള്ളത്. ബിക്കോസ് ലവ് കം അറേഞ്ച്ഡ്. പുള്ളി ഇരിക്കുകയാണ് പീഠത്തിൽ, എന്നിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ വേഷം കെട്ടിയില്ലേ എന്ന് ചോദിച്ചു, കൈ ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ന് ചോദിച്ചു, മുത്തപ്പൻ്റെ വേഷം കെട്ടേണ്ടി വന്നില്ലേ? കെട്ടേണ്ടി വന്നു. ഞാൻ തെയ്യം കെട്ടി. മുത്തപ്പൻ കൂടെ ഉണ്ടാവട്ടോ, കര കടന്നു പോയിട്ട് ഇറക്കും. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും മുത്തപ്പനെ വന്ന് കാണണം കേട്ടോ. എല്ലാം കഴിഞ്ഞ് മുത്തപ്പൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകണ സമയത്ത് തിരിഞ്ഞിങ്ങനെ ഒരു നോട്ടാ കറക്റ്റ്. ഞാൻ അതിങ്ങനെ കട്ട് ചെയ്തപ്പോഴാണ് ഇവർ തുറന്നു വന്നത്. അപ്പോൾ ഇങ്ങനെ തുറന്നു വന്നപ്പോൾ പെൺകുട്ടികൾ 3 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടിയുണ്ട്. ആപ്പിൾ വേണോ ചോദിച്ചു. അപ്പോൾ തന്നെ ഇവിടെ എടുത്ത വഴിക്ക് എനിക്കൊന്നും വേണ്ട. ഇത് പ്യുവർ സോളാണ്. ആർക്ക് വേണ്ടിയിട്ടും എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഏത് നിമിഷവും റെഡിയുള്ള ഒരു മനുഷ്യനാണ്. പോങ്ങണ്ട. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അനൂപ് കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഐശ്വര്യ നായരുമാണ്. ഐശ്വര്യ ഡോക്ടറാണ്, ഡോക്ടർ ഐശ്വര്യ നായർ. രണ്ടുപേരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു. എനിക്കൊന്ന് അല്ലേ, ഇന്നൊരു നല്ല ദിവസമാണ്, കർക്കിടക ദിവസം. കർക്കിടകം ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു ഡോക്ടർ കുറച്ചുകൂടെ തിരക്കുള്ള ദിവസമായിരിക്കും അല്ലേ? എന്റെ ബഹളത്തിനിടയിൽ നിന്നാണ് ഡോക്ടർ വന്നിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് റീസെന്റ് അനൂപിനെ നമ്മുടെ മുന്നിൽ വരാനൊരു കാരണമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് അനൂപ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു. അതൊരു കാണണം, അഭിപ്രായം പറയണമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് കണ്ടു. അദ്ദേഹം ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്, കൺമഷി എന്നാണ് എൻ്റെ പേര്. ഗംഭീരമായിരിക്കുന്നു. അപ്പോൾ അത് പ്രേക്ഷകർ എത്ര പേര് കണ്ടു കാണും എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും കാണണമെന്ന് കൂടി ഈ സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഗംഭീരമായ ഒരു ഷോർട്ട് ഫിലിമാണ്. അതാണ് പെട്ടെന്ന് അനൂപിനെ നമ്മുടെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആ കൺമഷിയിലേക്ക് എത്തുന്നത്? ഫസ്റ്റ് ഓഫ് സുരേഷ് ഏട്ടൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയ സന്തോഷം. കാരണം ഒരുപാട് നമ്മൾ ആരാധിക്കുന്ന വലിയ വലിയ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, തുറന്ന് സംസാരം എന്ന് സംസാരിച്ചിട്ടുള്ള ആളാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് അസ്. കൺമഷി ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. ശരിക്കും ഷോർട്ട് ഫിലിം എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താവുന്ന ദൈർഘ്യമാണെങ്കിലും സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ ഞങ്ങളൊരു കൂട്ടം പട്ടാമ്പിക്കാർ ശ്രമിച്ചതാണ്. അഞ്ജലി മുകുന്ദം എന്ന കൺമഷിയായിട്ട് അഭിനയിച്ച കൺമഷി എന്ന ആ ചെറിയ സിനിമയിലെ പാട്ടുകൾ എഴുതി അത് സംഗീത സംവിധാനം ചെയ്തത് അഞ്ജലിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അഞ്ജലി ചെയ്തിട്ടുള്ള ഒരു പാട്ടിൽ നിന്നാണ് കൺമഷിയിലേക്ക് മാറുന്നതും അല്ലെങ്കിൽ കൺമഷി എന്ന് പറയുന്ന ഒരു കഥ വരുന്നതൊക്കെ. കുറുമാലിപ്പുഴ എന്നുള്ളൊരു പാട്ടായിരുന്നു അത് ശരിക്കും. അതിലേക്ക് അഭിനയിക്കാൻ വിളിച്ചാണ് എന്നെ. അഞ്ജലി മുകുന്ദം എന്ന മുകുന്ദം പ്രൊഡക്ഷൻസ് എന്നുള്ളൊരു ഇതിൽ പിന്നെ കൺമഷി അങ്ങനെയായി. നമ്മളത് ഈ പറഞ്ഞ പോലെ പട്ടാമ്പിയിലും പാലക്കാടും ആറങ്ങോട്ടുകരയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. തെയ്യം കലാകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അതെ അതെ അതെ. നന്നായിട്ടൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു തെയ്യം കലാകാരൻ മുന്നിൽ വന്നിട്ടുന്ന ഒരു ഫീലാണ്. പല ഭാഗത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അത് തെയ്യം പഠിച്ചിരുന്നോ? അതെ, അത് ഡോക്ടർ വെറുതെ ഇങ്ങനെ ഇരിക്കുക. കണ്ടിരുന്നോ? കൺമഷി കണ്ടിരുന്നോ? ഇഷ്ടപ്പെട്ടു. ഫ്രം ദ ബിഗിനിങ് കൂടെ ഉണ്ടല്ലോ. ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ ഇവര് ആക്ച്വലി എൻ്റെ ആദ്യത്തെ 2 ദിവസം ഒരു ഷൂട്ടിന് വന്നില്ല. പക്ഷേ അല്ല, ഇവ ഫസ്റ്റ് ഡേ മുതലുണ്ടായിരുന്നു അല്ലേ? ഓൾമോസ്റ്റ് ശരിയാണ് വരാതിരുന്നതിന്. പക്ഷെ തെയ്യത്തിന്റെ അന്ന് 2 തെയ്യം, ആദ്യത്തെ തെയ്യം ചെയ്യുന്ന സമയത്ത് ഇവർ വന്നില്ല. പക്ഷെ രണ്ടാമത്തെ ഒരു തെയ്യം, 2 തെയ്യമാണേലും ചെയ്യാൻ പറ്റിയത്. ഒന്ന് നാഗപത്തി എന്ന് പറഞ്ഞൊരു തെയ്യം, ആ സോങ്ങിന്റെ പോർഷന്റെ സമയത്ത് വരുന്നതാണ്. അത് പന്തൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് രക്തചാമുണ്ടി എന്ന് പറഞ്ഞ തെയ്യം. അപ്പോൾ ഈ രണ്ടാമത്തെ തെയ്യം കുറച്ച് വലിയ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇവരൊക്കെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പറ്റില്ലല്ലോ, അത് പറ്റില്ല. അറിയില്ല, അഭിനയിക്കാൻ അറിയില്ല, അഭിനയിക്കാൻ താല്പര്യമില്ല. ഇല്ല, അതാണ് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അഭിനയിച്ചാൽ അല്ലേ? വേണമെങ്കിൽ ഒരു കൈ നോക്കാം. അപ്പം നന്നായിട്ട് അഭിനയിക്കണം. തെയ്യമായിട്ട് ഒരു തെയ്യം കലാകാരൻ എന്ന് പറയുന്ന ഒരു വലിയ സ്ട്രെയിനുള്ള ഒരു ഇതാണത്. അതിൻ്റെ ഒരു മേക്കപ്പ് തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ആക്ടിങ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് പഠിച്ചോ? അത് ശരിക്കും അത് പഠിക്കുകയാണ് ചെയ്തത്. ഈ തെയ്യം ഇതിലേക്ക് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ജലിയുടെ ഏതെങ്കിലും ഒരു സോങ്ങിലൊക്കെ തെയ്യം കൊണ്ടുവരണം
എന്നുള്ളതൊക്കെ നമ്മുടെ സംസാരത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലല്ല വേറെ ഏതെങ്കിലും, അല്ല ഇതിലാണെങ്കിലും വേറെ ആണെങ്കിലും ഒക്കെ. എപ്പോഴോ നീലിയാർ കോട്ടം എന്ന് പറയുന്ന തെയ്യത്തിൻ്റെ ആ രൂപത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അദ്ദേഹം. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഈ തെയ്യം ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ തെയ്യം കലാകാരൻ തന്നെ വരണം എന്ന് ആലോചിച്ചു. പിന്നെ എന്തുകൊണ്ട് എനിക്ക് തന്നെ ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പഠിക്കാം, ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ശിവദാസൻ CK എന്ന് പറയുന്ന ശിവദാസൻ മാസ്റ്ററുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ച്, പുള്ളി കണ്ണൂരുള്ള ആളാണ്. പുള്ളി കുറേ സ്റ്റേജ് ഷോസും സിനിമകൾക്കും, ലാലേട്ടൻ്റെ തന്നെ വില്ലൻ എന്ന് പറഞ്ഞ സിനിമയിലേക്കൊക്കെ തെയ്യം കോർഡിനേറ്റ് ചെയ്തതൊക്കെ പുള്ളിയാണ്. അതിൽ പുള്ളി ഒരു തെയ്യം പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശിവദാസേട്ടൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി വന്നു, കലാമണ്ഡലത്തിൻ്റെ തൊട്ടടുത്തുനിന്ന് ഒരു ദിവസം അങ്ങനെ പഠിപ്പിച്ചു തന്നു. പിന്നെ സംഭവിച്ചു അത് അതൊരു ദൈവിക കല ശരിക്കും പറഞ്ഞു. അങ്ങനെ അനുഭവം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും? ഈ തെയ്യം ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഇത്ര അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ്. ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് പ്രോപ്പറായിട്ടുള്ള തെയ്യം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് കെട്ടിയ സമയത്തൊരു ഭയങ്കര ഫീൽ തന്നെയായിരുന്നു നമുക്ക്. ഈ പറഞ്ഞ പോലെ ഇത്ര ആൾക്കാർക്ക് ഞാൻ മുമ്പൊരു വേറൊരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻ്റൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കുണ്ടായുള്ള ഒരു അനുഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ കുറേ ആൾക്കാർ അതിനെടുത്തിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അനുഭവിച്ചത് എന്തായെന്നുള്ളതും എൻ്റെ കൂടെ നിന്ന ആൾക്കാർ മുഴുവനും അത് അന്ന് കണ്ടിട്ടുമുണ്ട്. അതൊരു ഭീകര, നമുക്ക് എന്താ പറയുക, രണ്ടാമത്തെ തെയ്യം കെട്ടിയിട്ട് ആദ്യത്തെ തെയ്യം കെട്ടിയിട്ട് അതിലൊരു ഇങ്ങനെ ചാടുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചാടിൽ നമ്മൾ ഷോട്ട് ഒന്നേ എടുക്കണമെങ്കിൽ പോലും ഷോട്ട് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടൊരു 4-5 തവണ ചാടിയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പില്ലാതെയാണ്, താഴെ ചരൽ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ കയറി കാലിൻ്റെ അടിയൊക്കെ കുത്തിപ്പൊളിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് എനർജി ലെവലൊന്നും കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ തെയ്യത്തിൻ്റെ. ഈ ആദ്യത്തെ തെയ്യം കഴിഞ്ഞ ദിവസം പുലർച്ചെ ആകുമ്പോൾ, ഇപ്പോൾ രാത്രിയാണ് ഷൂട്ടുള്ളത്, നമ്മൾ ബാക്കി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റും പരിപാടിയൊന്നും കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ലൈറ്റുകൾ മാത്രം വെച്ച് ബാക്കി ആംബിയൻസ് ലൈറ്റുകളായിട്ടുള്ള ഈ ചെരാത് വിളക്കുകൾ, പന്തം അങ്ങനത്തെയൊക്കെ കൊടുത്തിട്ടും, അല്ലാതെ നമ്മൾ പ്രോപ്പർ ലൈറ്റപ്പ് ചെയ്തിട്ടും യൂണിറ്റ് ലൈറ്റപ്പ് ചെയ്തിട്ടുമാണ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഈ അന്ന് പുലർച്ചെ ആകുമ്പോൾ ഈ ശിവദാസ മാഷ് അവിടുന്ന് മൂപ്പരിനോട് പറഞ്ഞു ഞാൻ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകതായിപ്പോയി. കാരണം ഇൻ ബിറ്റ്വീൻ ഷൂട്ട് പുള്ളി വീട്ടിൽ പോവുക എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഞാൻ പോവുകയാണ്, ഞാൻ പോയിട്ട് നമ്മൾ മാഷിക്ക് 2 ദിവസം കഴിഞ്ഞ് അടുത്ത വലിയ തെയ്യമുണ്ട്, അപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം, അല്ല ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളി ഒന്നും പറയാണ്ട് പുള്ളി പോയി നേരെ തിരിച്ചു വന്നു. 3-ാം ദിവസം തിരിച്ചു വന്നു. പുള്ളി തിരിച്ചു വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നമ്മൾ ഈ തെയ്യം കെട്ടുമ്പോൾ തലപ്പാളി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതൊരു വേറൊരു തലപ്പാളി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയെന്നാണ് പിന്നീടാണ് പറഞ്ഞത്. ഈ വലിയ തെയ്യം രക്തചാമുണ്ടി എന്ന് പറയുന്ന തെയ്യം കെട്ടുന്ന ദിവസം ആക്ച്വലി എല്ലാം കഴിഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞ് തെയ്യം കെട്ടിക്കഴിഞ്ഞ്, അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കെന്നാൽ ഷൂട്ട് തുടങ്ങാം, എന്നാൽ പിന്നെ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും എത്തിയപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു LED ചെറിയ ലൈറ്റാണ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അവിടെ, കറണ്ട് ഇല്ലാത്ത കാരണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ജനറേറ്ററൊക്കെ ഓണാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടുന്ന് മാറി അപ്പുറത്ത് പോയി കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു, ഈ പറഞ്ഞ പോലെ വയ്യാണ്ടേവുക എന്ന് പറയില്ല, നമ്മളിങ്ങനെ ആകെ സ്വെറ്റ് ചെയ്യുക, മേലിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുക, ബലമില്ലാതെയാവുക, കണ്ണിലൊക്കെ ഇങ്ങനെ ഇരുട്ട് കയറുക, പിന്നെ ചെവി അടയുക, അങ്ങനെ എനിക്കൊന്നും പറ്റുന്നില്ല, ഇതിങ്ങനെ തൊണ്ടയൊക്കെ വരളുക, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട്, സുധി എന്നാണ് പേര്. സുധീയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, എടാ എനിക്ക് ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ അതിൽ അഭിനയിക്കുന്ന അപ്പൻ തമ്പുരാനായിട്ട് അഭിനയിച്ചുള്ള ജിത്തു മേനോൻ പുള്ളിയോട് പറഞ്ഞു മാഷേനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ, ശിവദാസേട്ടനെ. അപ്പോൾ ഞാൻ അവിടെ വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിങ്ങനെ കാണാം ഈ ശിവദാസൻ മാഷ് നമ്മൾ മുണ്ട് ഇങ്ങനെ എടുത്തിട്ടാണ് വരണേ, ഇങ്ങനെ എടുത്തിട്ട് മുണ്ട് കുത്തി വന്നിട്ട് നേരെ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വെള്ളം കൊടുക്കണ്ട, ഇളനീര് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ്, ഇളനീര് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ 4 പുറം ഈ ഡെക്കറേഷനും ബാക്കി സാധനങ്ങൾക്കും ആർട്ടിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് കുറേ ഇളനീരുകളുണ്ട്. അപ്പോൾ ഇളനീര് വെട്ടി പുള്ളി അതാണ് തന്നെ. അത് കഴിഞ്ഞ് ഈ തലപ്പാളി ഊരി എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പവർ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തെയ്യം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും തെയ്യം പഠിക്കാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ തെയ്യം പെർഫോം ചെയ്യാത്ത ഒരാൾക്കോ ഒരിക്കലും തെയ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഏട്ടൻ്റെ വൈഫ് വിനോദ് എന്നാണ് ഏട്ടൻ്റെ പേര്. ഏട്ടൻ്റെ വൈഫ് ആക്ച്വലി വടകരയിൽ നിന്നാണ്.
അപ്പോൾ അവരൊക്കെ ചെറിയ കുട്ടിയാൽ മുതലേ തെയ്യം കാണുന്നതാണ്. എന്നെ ചെറിയ കുട്ടി മുതൽ അവർ കാണണം. ഞങ്ങളുടെ നാട്ടിൽ തെയ്യമൊന്നുമില്ല, പട്ടാമ്പി പാലക്കാട് ഭാഗത്തൊന്നുമില്ല. എഴുത്തമ്മ ഇത് ഷൂട്ട് നടക്കണ സമയത്ത് കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിയല്ല അത്, അതിനുമല്ല അത്. ഭയങ്കര ഇവരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ സമയത്തൊക്കെ. അതെ, ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അത്. നമ്മളത് അനുഭവിക്കുമ്പോൾ അതെങ്ങനെയാണ് അത് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ. അതായത് ഒരു ഷോട്ടില് ഈ ഇദ്ദേഹം ഒരു അവര് അന്വേഷണം മാത്രം വിളിച്ചിട്ട് സമാനമായിട്ട് ഇപ്പൊ അന്യമവസ്ഥയായിട്ടുള്ളൊരു അദ്ദേഹം ഇങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു സാധനം രണ്ടും കൂടെ ഷോർട്സ് കമ്പയർ ചെയ്യുമ്പോൾ അതിന് സമാനമായിട്ട് തോന്നുന്നത്. അതിൽ ഏട്ടാ വേറൊരു സംഭവം കൂടി അതിലുണ്ട്. അതായത് ഇത് അതെങ്ങനെ ചെയ്യാന്നുള്ളതൊന്നും ഒരാളും പറഞ്ഞെന്നൊന്നല്ല. അപ്പോൾ അവരവിടെ ഉണ്ട്, അത് ഇങ്ങനെ വിളിക്കണം എന്നുള്ള ഷോട്ട് അങ്ങനത്തെ ഒന്നാമതൊന്നും നടക്കില്ല. മഴ പെയ്യുന്നുണ്ട്, അപ്പം നമുക്കിത് എത്രയും പെട്ടെന്ന് തീർക്കണം. ബഡ്ജറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയ ബഡ്ജറ്റിൽ ആണ്, ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ എന്നുള്ളതൊന്നല്ല. ഈ സൗഹൃദങ്ങളാണ് ഇതൊക്കെയും പ്രൊഡക്ഷൻ. അഞ്ജലിയും ഞാനും ഒക്കെ കൂടി ചേർന്നിട്ടൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സമയത്ത് ഞാനിത് ചെയ്ത് അവരെയാണ് ഞാൻ ഇങ്ങനെ വിളിച്ചത്. ഈ തെയ്യമാണ് അവരെ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി വിളിക്കണം. അപ്പോൾ ഈ അനുഗ്രഹം കൊടുക്കുന്ന അല്ലെ അരുളപ്പാട് പറയുന്നത് ഞാൻ ഈ ശിവദാസ് മാഷോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബ്ബിങ്ങിന് ഞാനിത് ചെയ്യുന്ന സമയത്ത് ഞാൻ സിങ് സൗണ്ടാണ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡബ്ബിങ്ങിന് ഞാൻ ഓൾറെഡി ഈ സിങ് സൗണ്ടിൽ ഉപയോഗിച്ച സംഭവമാണ് അവിടെ ചെയ്തത്. കാരണം അത്ര പെർഫെക്ഷനിൽ പിന്നെ വരുന്നുണ്ടായിരുന്നില്ല. അതിലൊരു വോയിസ് മോഡുലേഷൻ വ്യത്യാസം വന്നു. അപ്പോഴും അവർ പറഞ്ഞു ഇത് പഠിക്കാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. എഗെയിൻ മാജിക്കുകളാണ്. അത് തിരിച്ചറിഞ്ഞത് പിന്നെ ആ ഒരു വിളിയും അല്ലെങ്കിൽ ആ ഒരു സംസാരവും തിരിച്ചറിഞ്ഞത് ഇതിൻ്റെ എഡിറ്റിങ് 2 ദിവസം ഉണ്ടായി. ആ ഷൂട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഞാനിങ്ങനെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തോന്നിയതാണ് അങ്ങനെ അമ്പലത്തിൽ പോവാമെന്നുള്ളത്. അതിന് മുമ്പ് ഞാനൊരു 3ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ കണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു വട്ടം പോയിട്ടുണ്ട്. അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ. അച്ഛൻ അവിടെ വടകരയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നെ അനിയൻ. പക്ഷെ അതൊക്കെ ഒരു ഓർമ്മ, അങ്ങനെ ഓർമ്മയൊന്നുമില്ല. അതിന് ശേഷം പോയിട്ടില്ല. മുത്തപ്പൻ്റെ അവിടെ പോകണം ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. ഈ പറഞ്ഞ ഇവളുണ്ട്, അമ്മ, അച്ഛൻ, അനിയൻ, അഞ്ജലി ഉണ്ട്, ജിത്തു, ഈ അപ്പൻ തമ്പുരാൻ, ആ പുള്ളിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ട്രാവലറൊക്കെ വിളിച്ചിട്ടാണ് പോവുക. അവിടെ ചെന്ന് അപ്പോൾ അന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അവിടെ, അതറിയണ്ടായിരുന്നില്ല. അതൊന്നും അറിയാതെയാണ് പോണേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരുണ്ട്. എന്താ മുപ്പട്ട് ശനി അങ്ങനെ എന്തോ ഒരു ദിവസമായിരുന്നു. വെള്ളാട്ട് നടക്കുകയാണ് അവിടെ. അപ്പോൾ ഈ വെള്ളാട്ട് നടക്കുമ്പോൾ 2 മുത്തപ്പന്മാർ വന്നിട്ടുള്ളവർ ആ വെള്ളാട്ട് അതിന് നമ്മളെ തന്നെ ഒരു ചെയിൻ ഉണ്ട്. ആ ചെയിൻ്റെ പുറകിലേക്കാണ് എല്ലാ ആൾക്കാരും നിൽക്കുക. എല്ലാ ആൾക്കാരും ചെയിൻ്റെ പുറകിലേക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരാൾക്കും അറിയില്ല. കൺവെർഷിയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഞങ്ങൾ ആരും ഇതിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റില്ല് പുറത്ത് ആദ്യം ഇട്ടിട്ടില്ല. കാരണം ഒരു നല്ല രീതിയിൽ പ്രോപ്പർ ലോഞ്ച് ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊന്നും ഒരാൾക്കും അറിയില്ല. ഇത് കഴിഞ്ഞ് വെള്ളാട്ട് കഴിഞ്ഞ വഴിക്ക് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ശരിക്കും പുള്ളി എന്നെ വിളിച്ച് ഈ രീതിയിൽ എങ്ങനെ വിളിച്ചത്. അപ്പോൾ എനിക്ക് ആദ്യം അറിയില്ല. കാരണം എന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, ഞാൻ അവിടെ തന്നെ നിൽക്കുക. കൂടെയുള്ള ആൾ പറഞ്ഞു നിങ്ങളെ വിളിക്കണേ വരൂ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പോരുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ വരുമല്ലോ. ഇവരും വന്നു. പുള്ളി ഈ പറഞ്ഞ എൻ്റെ കുറേ ധാരണകളെ മുഴുവൻ മാറ്റി ഉള്ളൊരു ഇൻസിഡൻറ്റ് അവിടുന്ന്. പുള്ളി എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു വേഷം കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. പുള്ളി ഇരിക്കുകയാണ് പീഠത്തിൽ, എന്നിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ വേഷം കിട്ടിയില്ലേ എന്ന് ചോദിച്ചു, കൈ ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ന് ചോദിച്ചു, മുത്തപ്പൻ്റെ വേഷം കെട്ടേണ്ടി വന്നില്ലേ? കെട്ടേണ്ടി വന്നു. ഞാൻ തെയ്യം കെട്ടി. അപ്പോൾ വയ്യാണ്ടായില്ലേ? ദൈവം ഉണ്ടായിരുന്നു ഉള്ളിൽ. അതുകൊണ്ടാണേ മുത്തപ്പൻ കൂടെ ഉണ്ടാവും കേട്ടോ. കര കടന്നു പോയിട്ട് ഇറക്കും. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും മുത്തപ്പനെ വന്ന് കാണണം കേട്ടോ. ഞാൻ ഈ എക്സാക്ട്ലി ഇങ്ങനെയാണ് പുള്ളി. ഞാൻ ഇമിറ്റേറ്റ് ചെയ്തതല്ല, ലൈക്ക് പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ കുറേ കാലത്തുണ്ടായിരുന്ന ഒരു ധാരണകൾ മുഴുവൻ മാറി. ഞാനൊരു ക്യാരക്ടർ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചാണ്. അതിനു വേണ്ടി അത്രത്തോളം ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫേർട്ട് ഇട്ടിട്ട് നിന്നിട്ടുണ്ട്. മോണിറ്ററി ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ ഒരു എക്കണോമിക്കൽ സംഭവം ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്തതല്ല. പക്ഷെ ഇങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പോയില്ല. പിന്നെ അവിടുന്ന് ഞാൻ മാറിയിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്നു. കുറേ ആൾക്കാർ 2-3 വട്ടമൊക്കെ പോയിട്ട് സംസാരിക്കും. ആക്ച്വലി ഇവള് പോലും 3 വട്ടം പോയി ആദ്യം. ആക്ച്വലി ആ സമയത്ത് ഞാൻ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. ലൈക്ക് എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലേക്ക് വന്ന ടൈമാണ്. അപ്പം ഞാൻ ജോലിയുടെ എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ മുത്തപ്പനെ കാണുന്നത്.
പക്ഷെ അവിടുന്ന് എനിക്ക് റിട്ടേൺസ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ ഞാനൊരു 2-3 തവണ പോണ്ടി വന്നു. എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞാൽ പുള്ളിയോട് പറഞ്ഞത് പേടിക്കണ്ട, ആദ്യം ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വട്ടം പോയപ്പോ ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു, 2 വട്ടം 3 വട്ടം പോയപ്പോ ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ 3 വട്ടം പോയപ്പോ ഞാൻ പോണില്ല, കാരണം ഞാൻ ചിന്തിച്ച ഒന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ ധരിച്ചു വെച്ചിരുന്ന ഒന്നും അല്ല എനിക്കുണ്ടായ അനുഭവം. ഇത് മുഴുവൻ മാറി എൻ്റെ അടുത്ത്. ഇത് പുള്ളിയോട് ആരാ പറയണേ? നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ടീമിൽ ആരും പറഞ്ഞില്ല, വേറെ ആരും പറഞ്ഞില്ല. പക്ഷെ ഇതെങ്ങനെ ഉണ്ടായി? ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് പുളൂസ് അടിക്കാന്ന് വിചാരിക്കും. ഇത് എൻ്റെ കൂടെ എല്ലാവരും കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പോയില്ല. കടൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയാണോ ചെയ്തത്? റിലീസ് ചെയ്തത് പുറത്താണോ? ആ, നമ്മൾ ലോഞ്ച് ചെയ്തത് ദുബായിലാണ്. പിന്നെ അത് ശ്രമങ്ങളാണ് അതൊക്കെ. അതൊന്നും ഏറ്റവും അവസാന നിമിഷമാണ് അത് ദുബായിൽ ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. ഈ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്കത് എങ്ങനെ ലോഞ്ച് ചെയ്യണം എന്നുള്ളൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഏറ്റവും അവസാന നിമിഷം, അതും കണ്ണൂരിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ആ സമയത്ത് ലോഞ്ച് ചെയ്യിച്ചത്. അതുവരെ അധികം പരിചയമില്ലാത്ത, ഞാൻ ആ CCL പോയപ്പോൾ ജസ്റ്റ് ഹായ് ബായ് എന്ന് മാത്രം കണ്ട് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്താണ്. ആ മൊമെന്റിൽ 2 പേര്, അമ്പി, ഗിരീഷേട്ടൻ എന്ന് പറയുന്ന 2 പേര്, നിങ്ങൾ കയറി വാ, ബാക്കി നമുക്ക് ഇവിടുന്ന് നോക്കാം എന്നും പറഞ്ഞ് അങ്ങനെ നടന്നു പോയത്. അപ്പോൾ മാജിക്കാണ്. ആ മുത്തപ്പൻ അവിടുന്ന് ഈ വെള്ളാട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഈ അരുളപ്പാടുകളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴും രണ്ടാമത് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ ചാരി, ആ ബാക്കിൽ ഇതിന് മുകളിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് മുത്തപ്പൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകണ സമയത്ത് തിരിഞ്ഞിങ്ങനെ ഒരു നോട്ടാ, കറക്റ്റ് നമ്മളിങ്ങനെ നേരെ കാണില്ലേ എന്നെ ശരിക്കും അവിടുന്ന്. ഞാൻ തിരിച്ച് അപ്പൊ ഈ ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളവർ മുഴുവൻ നോക്കുകയാണേ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കണം, ഇതൊക്കെ എന്ത് മാജിക് എനിക്കറിയില്ല. അറിയില്ല, അതാണ് അതെ അതെ, അത് നിമിത്തം എന്നൊക്കെ പറയില്ലേ. അതില് കഥകളി ചെയ്യുന്നുണ്ട്, അതായത് കഥകളി നടനായിട്ടല്ല ആക്ച്വലി ഇത്. പക്ഷെ അയാള് കഥകളിയുടെ സംസ്കൃത സിനിമ പ്രഭസാർ, അതെ അതെ അതെ, പ്രഭസാറാണ് ഡയറക്റ്റ് ചെയ്തത്. വേണമെങ്കിൽ ആതിര പട്ടേൽ, ഞാനുണ്ട്, ജിജോയേട്ടനുണ്ട്, മോഹിനി ചേച്ചി, അങ്ങനെ കുറച്ച് ആൾക്കാർ, ലക്ഷ്മി അമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടുള്ള പടമാണത്. 2016 ഇന്ത്യൻ പനോരമയിലെ ഇനോഗ്രൽ മൂവി ആയിരുന്നു അത്. പിന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ അവാർഡ്സും കാര്യങ്ങളൊക്കെ ആ സിനിമയ്ക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കഥകളിയുടെ കോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇയാൾ ഈ നമ്പൂതിരി സമുദായത്തിലുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണ സമുദായത്തിലുള്ള ഒരാളാണെങ്കിൽ പോലും ആ പ്രവൃത്തികളും ജോലികളും ചെയ്യാതെ കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് അയാൾ കഥകളിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ജീവിതത്തിലേക്ക് വന്നാൽ ഡോക്ടറെ ഒരു പ്രണയവിവാഹമായിരുന്നു അല്ലേ? ആ അതെ അതെ, ഇവളത് പറയില്ല, ഇവള് രോഗി അവസാനം രോഗി ഡോക്ടറെ സ്വന്തമാക്കി. കഥയുടെ ചുരുക്കം. എങ്ങനെയായിരുന്നു ഡോക്ടർ പറയും? എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ ഒരിക്കലും പറയില്ല അതൊരു പ്രണയവിവാഹമായിരുന്നു എന്നുള്ളത്. ബിക്കോസ് ലവ് കം അറേഞ്ച്ഡ് എന്നേ ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് അറേഞ്ച്. എങ്ങനെയായിരുന്നു ആദ്യം അനൂപിനെ കാണാൻ? ആ സമയത്ത് സീത കല്യാണം ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതിന്റെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. തുടങ്ങിയല്ലേ? ആ ഓക്കെ. ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ സിനിമ കാണും, ലാലേട്ടന്റെ പടങ്ങൾ കാണുന്നേ ഉള്ളൂ. ലാലേട്ടൻ ഫാനാണ്, അപ്പൊ അങ്ങനെ കാണുന്നേ ഉള്ളൂ. അല്ലാതെ സീരിയൽ അങ്ങനെയൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ത്രിവേണിയിൽ വെച്ചിട്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് ത്രിവേണിയിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന 2018 ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ് അനൂപിനെ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ അനൂപിന്റെ മെന്റർ എന്ന് പറയും, ചേട്ടൻ എന്ന് പറയും. പക്ഷെ എനിക്ക് ശരിക്കും സണ്ണി അങ്കിളായിരുന്നു. അങ്ങനെ പിന്നെ അത് സണ്ണി ഏട്ടനായി. അപ്പോൾ സണ്ണി ഏട്ടൻ അവിടെ ട്രീറ്റ്മെന്റിന് ഉള്ള സമയത്തായിരുന്നു അനൂപ് ആസ് എ ബൈസ്റ്റാൻഡർ ഒരു ദിവസത്തേക്ക് വന്നതാ, ഒറ്റ ദിവസം. ആ ഒറ്റ ദിവസം കൊണ്ടുള്ള ഇതായിരുന്നു. അതെ, പക്ഷെ അന്ന് പ്രണയില്ല. 2018 ജസ്റ്റ് കണ്ടുമുട്ടിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫസ്റ്റ് വേവ് ഓഫ് കൊറോണ വന്ന സമയത്താണ് ഇങ്ങനെ ബൈ മെസ്സേജും ചാറ്റും വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത്. അതായത് ഫ്രണ്ട്ലി ചാറ്റായിട്ട് തുടങ്ങി, പിന്നെ അത് പിന്നെ ചൂണ്ടയിട്ട് ആരാണ് ശരിക്കും ചൂണ്ടയിട്ടത്? നിങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാക്കില്ല, അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങള് സംസാരിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ സീതാ കല്യാണം ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ വർഷത്തെ അവാർഡ് എനിക്കും ധനിക്കൊക്കെ ആയിരുന്നു. ബെസ്റ്റ് പെയർ അവാർഡൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ്.
അപ്പോ എനിക്കൊന്ന് ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടമുള്ള നടൻ കൂടിയാണ്. സ്ത്രീ പ്രേക്ഷകരുടെ അല്ലേ? ഇപ്പോഴും കല്യാൺ ആൾക്കാർ കല്യാൺ എന്നാണ് ഇപ്പോഴും വിളിക്കുക. അപ്പൊ അത് ഹിറ്റായി നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ മെസ്സേജസ് ഒക്കെ വരും ചെയ്യും. പക്ഷെ ഒരുവിധ മെസ്സേജസിനൊക്കെ മറുപടി അയക്കും. പിന്നെ ഹെൽത്തി മാനർ നമ്മൾ അയക്കാറുണ്ട് എല്ലാ പരിപാടിക്കും. പക്ഷെ ഇങ്ങനെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് പോലെയുള്ള ഒരു സംഭവം സംസാരിക്കാം, കുറച്ചും കൂടി ഈസി ആയിട്ട് വർത്താനം പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓൾറെഡി അറിയുന്നതാണ്, ഇതിൻ്റെയൊക്കെ മുമ്പേ എന്നെ റിജക്റ്റ് ചെയ്ത ആളാണ്. അത് ആക്ച്വലി ഞാൻ പറയില്ല, ആദ്യമായിട്ട് ഫസ്റ്റ് കണ്ടപ്പോൾ ഈ നമുക്ക് ആഫ്റ്റർനൂൺ റൗണ്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ സണ്ണിയേട്ടനെ കാണാൻ വേണ്ടിയിട്ട് BP ഒക്കെ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്നപ്പോഴാണ് ഇദ്ദേഹം ഡോറ് തുറക്കുന്നതും ഞാൻ കാണുന്നത്. അപ്പോൾ മൂപ്പര് മറ്റേ ആപ്പിൾ ഉച്ച നേരമല്ലേ, ഫുഡ് മീൽസ് ഒക്കെ കഴിഞ്ഞ് ഒരു ആപ്പിളൊക്കെ കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നേരെ ഞാൻ ചെന്നപ്പോൾ ഒരു ആപ്പിൾ കഷ്ണം നീട്ടി. അപ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ട, അതന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാന് ഇവര് ഇവര് ഡോറ് നോക്ക് ചെയ്തിട്ടൊന്നുമല്ലല്ലോ, ഡോക്ടേഴ്സ് നേരെ കയറി വരില്ലേ ചെയ്യാ. 3-4 ആൾക്കാരുണ്ട്. എന്റെ കൂടെ അവിടെ കിടക്കണം, സണ്ണിയേട്ടന് കഷ്ണം ആപ്പിൾ കൊടുക്കണം, ഞാനും കഴിക്കണം. അപ്പൊ തിരിഞ്ഞു വന്നിട്ട് ഞാൻ അതിങ്ങനെ കട്ട് ചെയ്തപ്പോഴാണ് ഇവര് തുറന്നു വന്നത്. അപ്പൊ ഞാൻ തുറന്നു വന്നപ്പോ പെൺകുട്ടികള് 3 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടിയുണ്ട്. ആപ്പിൾ വേണോ? അപ്പൊ തന്നെ ഇവിടെ എടുത്ത വഴിക്ക് എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ടത്. വേണ്ടെങ്കിൽ വേണ്ടാറ് ഞാൻ മുറിച്ച് കഴിക്കാൻ നടന്ന്. പിന്നെയാണ് ഇവര് ഡോക്ടേഴ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് പറയണത്. അങ്ങനെയാണ് തുടക്കം. ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ തന്നെ. ഏത് സമയത്തായിരുന്നു? Jan 7th, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. Jan 7th, 2020. ഇപ്പോൾ എല്ലാ ഡേറ്റും ഓർമ്മിച്ചു. എന്റെ ബർത്ത്ഡേ പോലും ഞാൻ ഓർമ്മിക്കാൻ തുടങ്ങിയപ്പോ അല്ലേ അമ്മ രാവിലെ വിളിച്ചു പറയുന്ന ദിവസമാണ് പിറന്നാള്. എന്ത് എന്താണ് അല്ല, കാഷ്വൽ ആയിട്ടാ ചോദിച്ചത്. അങ്ങനെ അങ്ങനത്തെ ഇതായിട്ടൊന്നും മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ താല്പര്യമുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫാമിലിയോട് ചോദിക്കണം, എൻ്റെ പേരൻസിനോട് ചോദിക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം എൻ്റെ നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ട് അച്ഛനോടും അമ്മോടും ചോദിക്കാം എന്നായിരുന്നു. ക്വാളിറ്റി ഈസ് വെരി ജെന്വിൻ. ക്യാരക്ടർ വൈസ് ഭയങ്കര ജെന്വിൻ ആണ്. അത് ആസ് എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല, ഞാൻ ആസ് അനൂപ് കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ ഈസ് വെരി ജെന്വിൻ. ഇത് പ്യുവർ സോളാണ്. ആർക്ക് വേണ്ടിയിട്ടും എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഏത് നിമിഷവും റെഡിയുള്ള ഒരു മനുഷ്യനാണ്. പൊങ്ങണ്ട. അതെ, ഇനി പൊങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ഇഷ്ടംപോലെ ഉണ്ട്. ബാഡ് ക്വാളിറ്റി ഷോർട്ട് ടെമ്പേർഡ്. അതെ, വെരി ഷോർട്ട് ടെമ്പേർഡ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെ കൂടിയൊന്നാണോ അറിയില്ല. ഞാൻ ഷോർട്ട് നല്ല ഷോർട്ട് ടെമ്പേർഡാണ്. ടക്ക് എന്ന് ഭയങ്കര ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ദേഷ്യപ്പെട്ടു പോകും. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഓർഡർ ആയിട്ട് സാധനങ്ങൾ വെക്കണ പരിപാടി ഉണ്ടായിരുന്നില്ല. അതിപ്പോഴും ഇല്ല. അതൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ മിസ്സാവുന്നുണ്ട്. അതൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് മിസ്സാവുണ്ട്. ഓർഡർ ഇല്ലാത്തൊരു ജീവിതമാണ്. ഇല്ല, അല്ല എനിക്ക് എന്റെ റൂമിൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. എനിക്ക് അതായത് എനിക്ക് അല്ല, കാറിൽ വൃത്തിയിൽ വേണം. റൂമിൽ എനിക്ക് അങ്ങനെ പറ്റില്ല. കാരണം എനിക്ക് അങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കണ്ടാലേ കിട്ടുള്ളൂ എനിക്ക്. അല്ലെങ്കിൽ അത് ഇവിടെ ഇപ്പൊ ഇവളെടുത്ത് മാറ്റി വെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് കിട്ടില്ല. പിന്നെ ഞാൻ എന്നിട്ട് ഇവിടെ ചോദിക്കും, അപ്പൊ എടുത്ത് വന്നു അടി വഴക്കൊന്നല്ലേ, അങ്ങനത്തെ അടിയല്ല. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഐശ്വര്യയെ കുറിച്ചും അനൂപിലും ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും. അതായത് ഭയങ്കര ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, ഒരു ട്രാക്കാണ് കറക്റ്റ്. ഈ ട്രാക്കിലാണ് പോവുള്ളൂ. അതായത് നടത്തത്തിന് ഇന്നിപ്പോ രാവിലെ പോലുണ്ട്, നടത്തത്തിന് പോലൊരു പേസ് ഉണ്ട്. ആ നടത്തത്തിൽ ഈ പേസ് കൂട്ടിയിട്ടുള്ളൊരു കാര്യം ഇല്ല അവിടെ. ഈ പേസിലേ നടക്കുള്ളൂ, ഈ കാര്യങ്ങളെ ചെയ്യുള്ളൂ. അതായത് നമ്മൾ എന്താ പറയാ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. എൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ്. അതായത് ഒരു അടക്കം ചിട്ടാന്നൊക്കെ പറയില്ലേ, അതാണ്. ഞാനത് തീരില്ല. ഇങ്ങനെയൊക്കെയാണ് ഇത് ഫുള്ള് ഉണ്ട് കറക്റ്റ് ആയിട്ട്. അവിടെയാണ് ഒരു മാജിക് എന്ന് പറയുന്നത് അല്ലേ. ഒരാള് ഓപ്പോസിറ്റ് രണ്ടുപേരും ഇരിക്കുമ്പോൾ അവിടെ രണ്ടുപേരും കൂടെ ചേരുന്നതാണ്. അപ്പോഴാണ് ഭയങ്കര രസം ഉണ്ടാവുക. ഞങ്ങള് ബിഗ് ബോസിലുള്ളപ്പോ എന്താണ്, ലാലേട്ടൻ്റെ അടുത്ത് നമ്മളൊരു ഇവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു കാർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന്. അപ്പൊ അതിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ, ഭാവി ജീവിതത്തിൽ ഇംപെർഫെക്ഷൻസ് ഒക്കെ പെർഫെക്ഷൻ ആവട്ടെ എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതെ, എനിക്ക് കുറെ ലൈക്ക് ഞങ്ങൾക്ക് രണ്ടുപേരും തമ്മിൽ എല്ലാം കൊണ്ടും ഓപ്പോസിറ്റാണ്. എല്ലാം കൊണ്ടും ഓപ്പോസിറ്റാ. ഫുഡ് പ്യോർ വെജിറ്റേറിയൻ.
ഞാൻ പ്യൂർ നോൺ വെജിറ്റേറിയൻ. അപ്പൊ ഒരു ഭയങ്കര കലമാണ്. ഞാനൊരു മീനൊക്കെ കഴിക്കാൻ കൊതിക്കും ചേട്ടാ വീട്ടിൽ നിന്ന്. പാചകം ചെയ്യില്ല. ഞാൻ ഇപ്പൊ ചിക്കൻ ഇവിടെ കൊച്ചിയിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ സ്വാഭാവികം എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കണ്ടേ. ഇവിടെ ആദ്യം ചിക്കൻ വെച്ച കഥയൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ വാതില് തുറന്ന് നോക്കുമ്പോ ചിക്കൻ ഡ്രസ് ചെയ്തിട്ട് ചിക്കനൊക്കെ നിർത്തിയിട്ടുണ്ട്. മണം വരാതിരിക്കാൻ ചിക്കന്റെ 2 സൈഡിൽ കൂടെ ഓരോ ചന്ദനത്തിരി വെച്ചു. അല്ല അതൊക്കെ ആ പുറത്ത് മുഴുവൻ ചന്ദന ചിക്കന് മണം വരാതിരിക്കാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ എനിക്ക് കഴിയുമ്പോൾ ഞാൻ ഇത് എന്താപ്പാന്ന് പറഞ്ഞിട്ട് പോയിക്ക് സന്തോഷമായി. കാരണം ആദ്യമായിട്ട് കിട്ടാൻ പോയില്ലേ. അവിടെ പോയിട്ട് നോക്കി നോക്കുമ്പോൾ ഇത് എന്താ സംഭവം അറിയോ, പറയാൻ പാടില്ല. ഈ ഓട്ടോപ്സി ചെയ്യാൻ വേണ്ടി കിടത്തിയ ആളുടെ പോലെ ഇത് ഫീമർ ബോൺ, ഇത് ഇന്ന ടെൻഡൻ, ഇത് ഇന്ന ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ അതിന് ആദ്യം അങ്ങനെ ആയിരുന്നു, ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഫിഷിനില്ല, ചിക്കൻ വരെ ഫിഷ് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഇവന് എനിക്ക് ആ സ്മെല്ല് പോലും ആവുന്നില്ല. ഇപ്പൊ അങ്ങനെയില്ല, ഇനീഷ്യലി ഉണ്ടായിരുന്നു. തുടങ്ങിയത്. പക്ഷെ എന്താ പറയുക, ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ആദ്യം ഒരു 3 ലെയർ ഓഫ് വാഷ് ഉണ്ട്. ആദ്യം വെള്ളം, പിന്നെ സോപ്പ്, ഡെറ്റോള്, പിന്നെ വേറെ എന്തെങ്കിലും ഒരു സുഗന്ധ തൈലം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യണം. ഇടയ്ക്ക് ഈ മീനിന്റെ ഒക്കെ കോമഡി ഞങ്ങൾ ഒപ്പിക്കും. ചിലപ്പോൾ ഈ താഴത്തെ ഫ്ലാറ്റിൽ നിന്നൊക്കെ മീൻ വറക്കണേന്റെ ഒക്കെ മണം വരുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് ഈ പൂച്ച നിൽക്കണ പോലെ ബാൽക്കണിയിൽ എന്നിട്ട് ഈ മണം ഞാൻ വിടാനോ 2 ഉരുള കഴിച്ച് അങ്ങനെയൊക്കെ വരും. ചില സമയത്ത് വെക്കിട്ട് പണി ഈ മീനിന്റെ ഫിഷിന്റെ മണം പോലും ഇവൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ പോയിട്ട് ഇങ്ങനെ തോട്ടത്തുകൂടെ പിടിച്ച് നമ്മൾ കുറച്ച് നേരം ബാൽക്കണിയിൽ നിൽക്കാം, നല്ല രസമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോൾ വരും, അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നതിന് ശേഷം വാതിലോട് അടച്ചിട്ട് ഇനി ശ്വാസം വലിച്ചോ ഓട് വിടുന്നു. ഈവൻ ആ സ്മെല്ല് എനിക്ക് മേ ബി അത് ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് അത് യൂസ്ഡ് വല്ലാത്തോണ്ടാണ്, അതായിരിക്കും. മുട്ട പോലും ഇല്ല. മുട്ട ഇപ്പൊ കഴിക്കും, ഇപ്പൊ ഒരു 2 years ആയിട്ട്